Hallelujah. Praise God for this wonderful day. ഈ നല്ല ദിവസത്തിനായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം കരേറ്റുമ്പോൾ, പ്രത്യേകിച്ച് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നമ്മൾ ഓർക്കുന്ന ഈ ദിവസം, ധ്യാനിക്കുന്ന ഈ ദിവസം, ഓരോ നിമിഷവും നമ്മൾക്ക് ഓരോ പാട്ടുകളും നമ്മളോട് വിളിച്ചു പറയുന്നത് ദൈവം എത്ര നല്ലവൻ, ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിൽ കൂടി നമ്മളെ എത്ര അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ഗോഡ്. ഈ സമയം നമ്മളുടെ വേദപുസ്തകങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളിലേക്ക് തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം, John 11 verse 25 and 26. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ധ്യാനിക്കുന്ന ദിവസമാണ്. ഈ സമയത്ത് നമ്മൾക്ക് ഈ ഒരു യേശു പറഞ്ഞ ഈ ഒരു വാക്കിൻ്റെ ഒരു പശ്ചാത്തലം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, വാട്ട് ഡസ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് മീൻ ടു മീ? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് അതെന്താണ്? എൻ്റെ ജീവിതത്തിൽ അതെന്തായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്? ഇവിടെ നോക്കുമ്പോൾ ഒരു കുടുംബമാണ്, സഹോദരങ്ങൾ, 2 സഹോദരിമാർ, ഒരു സഹോദരൻ. അവർ വളരെ സ്നേഹിച്ച സഹോദരൻ, യേശു വളരെ സ്നേഹിച്ച ഒരു വ്യക്തി, അവൻ മരിച്ചു പോവുകയാണ്. യേശു അവിടെ ഇല്ലായിരുന്നു, ബഥാന്യയിൽ. എന്നാൽ ഇവർ യേശുവിനായി കാത്തു നിന്നു. യേശു താമസിച്ചു. ഇവർ അവരുടെ സഹോദരനെ അടക്കി. 4 നാൾ കഴിഞ്ഞിട്ട് യേശു വരികയാണ്. ഹല്ലേലൂയ. ഹി വാസ് ലേറ്റ് ബട്ട് ഹി വാസ് സ്റ്റിൽ ഓൺ ടൈം. ആമേൻ, ആമേൻ. നമ്മൾ പലപ്പോഴും വിചാരിക്കും, കർത്താവേ അവിടുന്ന് താമസിച്ചു പോവുകയാണല്ലോ, ബട്ട് ഹി സ്റ്റിൽ ഓൺ ടൈം. ഹല്ലേലൂയ. ഇവരുടെ ജീവിതത്തിൽ ഹി വാസ് സ്റ്റിൽ ഓൺ ടൈം. യേശു അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു അവസ്ഥ യേശു അങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് യേശു മാർത്തയോട് സംസാരിക്കുകയാണ്. തന്നെ ദൈവത്തിൻ്റെ പുത്രനായിട്ട്, ഈ ലോകത്തിൻ്റെ രക്ഷകനായി ഏറ്റുപറഞ്ഞ ഈ പ്രിയ മകളോട് യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. നോക്കുക, മുമ്പിൽ നിൽക്കുന്നത് നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതത്തിലെ ഒരവസ്ഥയ്ക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ്, അതായത് എല്ലാം തീർന്നു പോയിരിക്കുകയാണ്. ഇനിയും അതിലൊരു ജീവനും വരാൻ പോകുന്നില്ല, ഒരു നന്മയും വരാൻ പോകുന്നില്ല എന്നൊരവസ്ഥയിൽ വന്നു നിന്നിട്ട് യേശു അവളോട് പറയുകയാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയമായിട്ടുള്ളതാണ്. എന്താണ്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. എന്താണ് യേശു പറയുന്നത്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നമ്മളോടൊരു ചോദ്യവും ചോദിക്കുകയാണ്, ഇത് നീ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്തുവാ? ചിലർ വിശ്വസിക്കത്തില്ല. ഓരോ വർഷവും വന്ന് പോകും, പക്ഷേ ചിലർ വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് അവിടെ ആ വാക്ക് എഴുതിയിരിക്കുന്നത്, നീ വിശ്വസിക്കുന്നുണ്ടോ ദൈവ പൈതലേ? ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ യേശു നിനക്ക് പുനരുത്ഥാനവും ജീവനുമാണെന്ന്? ആത്മീയമായിട്ട് നിനക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥലത്ത് വരുന്നുവെങ്കിൽ നിനക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും യേശു തന്നെ നിൻ്റെ പുനരുത്ഥാനവും ജീവനുമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാര്യം, ഈ ഒരു ഇവരെ പറ്റിയുള്ള ഒരു വിഷയം നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ്. യേശു അവിടെ വന്ന് ഈ ഒരു കാര്യം പറയുക മാത്രമല്ല ചെയ്തത്, മരിച്ചുപോയവനെ, അടക്കിയവനെ മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. വിശ്വാസമുള്ളവർക്ക് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ലോകത്തിൽ ഇന്നും അനുഭവിക്കുവാൻ കഴിയും.
വിശ്വസിക്കുന്നവന് സകലവും സാധ്യമത്രേ. ഓൾ തിങ്സ് ആർ പോസിബിൾ ടു ഹിം ഹു ബിലീവ്സ്. അതുകൊണ്ട് ഇന്ന് ദൈവമക്കളെ, നമ്മുടെ ചുറ്റും എന്തെല്ലാം സിറ്റുവേഷൻസ് ആയിക്കൊള്ളട്ടെ, ഇതിൻ്റെ മധ്യത്തിലും ഓൾ തിങ്സ് ആർ പോസിബിൾ ടു ദം ദാറ്റ് ബിലീവ്. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമത്രേ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി 3 വൃക്ഷങ്ങളെ പറ്റിയാണ്. 3 trees. എന്താണ്? 3 വൃക്ഷങ്ങൾ. എന്നിട്ട് അതിൽ കൂടി നമ്മൾക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള നമ്മളുടെ ഒരു ആയുസ്സിൽ ദൈവം ഉദ്ദേശിക്കുന്ന ആ പ്രവൃത്തിയെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും ഒരു ജീവനാണുള്ളത്, അല്ലേ? ഈ ലോകത്തിൽ നമ്മൾ വരുന്നു, നമ്മൾ ജീവിക്കുന്നു. ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരുന്ന ഒരു ജീവനാണ്, ഒരു ജീവിതമാണ്. ആദ്യമേ നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം 2:8-9 വാക്യങ്ങൾ. ജെനസിസ് 2:8-9. അവിടെ ഇങ്ങനെ പറയുന്നു: അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. ദൈവം ഒരു തോട്ടം നട്ടു, മനുഷ്യനെ അവിടെ ആക്കി. എന്നിട്ട് അതിൻ്റെ നടുവിൽ, പല വൃക്ഷങ്ങളുണ്ടായിരുന്നു അവിടെ, എന്നാൽ അതിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ച് ഉള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ന്യായപരമായിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗോഡ്സ് റൈറ്റ്വസ് റിക്വയർമെൻറ്റ് എന്താണ്? ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? വചനം പറയുന്നു 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. ഹല്ലേലൂയ. ദൈവം എന്താണ് കൽപ്പിച്ചത്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. വ്യക്തമായിട്ടാണ് ദൈവം പറഞ്ഞത്, അല്ലേ? മനുഷ്യനായിട്ടുള്ളതെല്ലാം ദൈവം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ദൈവം അവനോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, ഒരു കൽപ്പനയായിരുന്നു അത്: ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത്, കഴിക്കുന്ന ദിവസം നീ മരിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവം പറയുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണ്. ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ഗോഡ് ലവ്സ് യു ആൻഡ് മീ. നമ്മളെല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ആ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നാം ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 2 പത്രോസിൻ്റെ 3:9 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു എന്നാണ്. 2 Peter 3:9. God does not want anyone to perish, but he wants everyone to come to repentance. Hallelujah. Praise God. 2 പത്രോസ് 3:9 വാക്യത്തിൽ പറയുന്നത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മൾക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. നല്ലത് എന്താണെന്ന് ദൈവം കാണിച്ചിട്ടുണ്ട്. മീക്ക 6:8 വാക്യം, മൈക്ക 6:8, അവിടെ പറയുന്നത്, ഹി ഹാസ് ഷോൺ യു ഓ മാൻ വാട്ട് ഈസ് ഗുഡ്. മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവം ഇവിടെ ആദമിന് നല്ലതെന്നുള്ളത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആദാമിനോട് പറഞ്ഞു, ആദമേ, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന ദിവസം നീ മരിക്കും എന്ന് പറയുന്നു. ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം അത് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം എന്ന് പറയുന്നുവെങ്കിൽ അതെൻ്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ കഴിയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഒരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളോട് എന്ത് ചെയ്യരുതെന്ന് പറയും, അത് നമ്മൾ ചെയ്യും. ആർ യു വിത്ത് മീ?
നമ്മളോട് എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യും. ആ ഒരു മനോഭാവം, അത് ചെയ്യുവാനുള്ള ഒരു മനോഭാവം, അതാണ് യഥാർത്ഥം പറഞ്ഞാൽ സാത്താനും വേണ്ടത്, അല്ലേ? എന്താണ് ദൈവം നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ചെയ്യുവാൻ നമ്മളെ സാത്താൻ പ്രലോഭിപ്പിക്കും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:16 പറയുന്നത്, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദ ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നത്. ഇതൊക്കെയും സാത്താൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? യോഹന്നാൻ 10:10 പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ പാപവും ഈ പ്രലോഭനവും എല്ലാം സാത്താൻ കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ, നന്മകളെ മോഷ്ടിപ്പാനും കക്കാനും മുടിക്കാനുമായിട്ടാണ്. നമ്മൾ പലപ്പോഴും അതറിയുന്നില്ല. ആദ്യമേ ചെറുതായിട്ട് പ്രലോഭിപ്പിക്കും, പിന്നെ അതിലേക്ക് കൂടുതൽ വലിക്കും, പിന്നെ അവസാനം നമ്മളൊരു സ്ഥലം എത്തുവാണ്, പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തൊരവസ്ഥയിൽ. അതാണ് സാത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഇവിടെ ആദമിൻ്റെ ജീവിതത്തിലും അതാണ് അവൻ ഉദ്ദേശിച്ചത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു വശത്ത് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. ദൈവം ആദമിനോട് കൽപ്പിച്ചു, ആദമേ നീ ഇത് കഴിക്കരുത്. പക്ഷേ മറുവശത്ത് തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു അവസരം ദൈവം നമുക്ക് തരികയാണ്. ഓൺ വൺ സൈഡ് ഈസ് ഗോഡ്സ് കമാൻഡ്മെൻറ്റ്, ഓൺ ദി അതർ സൈഡ് ഈസ് ചോയ്സ്. ചോയ്സ് ഈസ് ഗിവൺ ടു അസ്. നമുക്കാണ് ആ തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു അവസാന തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. അത് ദൈവം നമ്മളെ, ഹി ഡസ് നോട്ട് ഫോഴ്സ് അസ്. വചനം പറയുന്നത് ഡ്യൂട്രോണമി 30:19, ആവർത്തന പുസ്തകം 30:19 പറയുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിൻ്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ദൈവം പറയാണ്, ഞാൻ നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുകയാണ് ജീവനും മരണവും അനുഗ്രഹവും ശാപവും. നീയും നിൻ്റെ സന്തതിയും അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്, ജീവിച്ചിരിക്കേണ്ടതിന് നീ ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ദൈവം നമ്മൾക്ക് തരികയാണ് ചോയ്സ്. യു ചൂസ് വാട്ട് യു വാണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ദാറ്റ് വി ഷുഡ് ചൂസ് ലൈഫ്. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ ലോകത്തിൽ there is obedience and disobedience. Obedience brings blessing, disobedience brings curses. മനസ്സിലാവുന്നുണ്ടോ? അനുസരണവും അനുസരണക്കേടുമുണ്ട്. അനുസരണം അനുഗ്രഹം കൊണ്ടുവരുന്നു, അനുസരണക്കേട് ശാപം കൊണ്ടുവരുന്നു നമ്മളുടെ ജീവിതത്തിലേക്ക്. അതാണ് സാത്താൻ ഉദ്ദേശിക്കുന്നത്. ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ്റെ ജീവിതം ശാപത്തിനും ഈ ലോകത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും തുറന്നു കൊടുക്കുകയായിരുന്നു. അവൻ്റെ പാപത്തിൽ കൂടിയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ശാപം വന്നത്. അതിൽ കൂടി അവന് ഈ ലോകത്തിലുണ്ടായിരുന്ന ആധിപത്യം നഷ്ടമായി. അതിൽ കൂടി അവൻ സാത്താൻ അടിമയായി. മനസ്സിലാക്കുക, എല്ലാത്തിനും അധിപനായി ഇരിക്കുവാൻ ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ ആ ആധിപത്യം നഷ്ടപ്പെട്ട് സാത്താന് അടിമയായി തീരുകയാണ്. നമ്മൾ ആദ്യമേ ധ്യാനിക്കുന്നത് എന്താണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? തന്നിലേക്ക് പാപം പ്രവേശിച്ചപ്പോൾ, ആദമിലേക്ക് പാപം പ്രവേശിച്ചപ്പോൾ റോമർ 5:8 പറയുന്നു, ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. റോമർ 5:12 പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നുവെന്ന്. മനസ്സിലാക്കിക്കേ, ഒരു വ്യക്തിയുടെ പാപം മൂലം നമ്മളെല്ലാവരും ഈ ലോകത്തിൽ പാപത്തിലാണ് ജനിക്കുന്നത്. പാപം എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രങ്ങളായി തീരുകയും ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം ഉൽപ്പത്തി 3:21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, യഹോവയായ ദൈവം ആദമിനെയും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം, മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മൾ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ
അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. മനസ്സിലാക്കുക, when you look at the tree of the knowledge of good and evil, what do you see? Disobedience. അല്ലേ? ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തെ നിങ്ങൾ നോക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മൾ കാണുന്നത് എന്തുവാ? മനുഷ്യൻ്റെ അനുസരണക്കേടും അതുമൂലം അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഭവിഷ്യത്തുകളുമാണ്. അനുഗ്രഹം നഷ്ടമായി, ശാപം അവൻ്റെ ജീവിതത്തിൽ വന്നു, മരണം അവൻ്റെ ജീവിതത്തിൽ വന്നു, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ എല്ലാം അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ്, ആദ്യമേ നമ്മൾ 2 വൃക്ഷങ്ങളെപ്പറ്റി പറഞ്ഞല്ലേ? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. അവിടെ എന്താണ് സംഭവിച്ചത്? അനുസരണക്കേട്. അത് കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് ശാപങ്ങളും കഷ്ടങ്ങളും എല്ലാം വരികയാണ്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളാരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരെയും തന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് രണ്ടാമതായിട്ടൊരു വൃക്ഷം വരികയാണ് ദൈവത്തിൻ്റെ റിഡംഷൻ പ്ലാനിൽ. ആ വീണ്ടെടുപ്പിൻ്റെ ആ ഒരു പ്ലാനിലേക്ക് രണ്ടാമതായിട്ടൊരു വൃക്ഷം പ്രവേശിക്കുകയാണ്. ഏത് വൃക്ഷമാണ്? കാൽവറിയിലെ ക്രൂശ്. ഹല്ലേലൂയ. ദ ട്രീ ഓഫ് കാൽവറി പ്രവേശിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ഇവിടെ വെച്ച് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ സാത്താനോടൊരു കാര്യം പറയുന്നു. ഉൽപ്പത്തി 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. അതായത് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഒരു പുത്രൻ നിന്റെ തല തകർക്കുമെന്നാണ് പറഞ്ഞത് സാത്താനോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹി വിൽ ക്രഷ് യുവർ ഹെഡ്. മനസ്സിലാക്കുക, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ തല തകർക്കും. വചനം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3:16 എന്താണ്? For God so loved the world that he gave his only begotten son. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ, the son of God born as the son of man. He gave his only begotten son that whoever believes in him will not perish but have eternal life. Hallelujah. ദൈവം എന്താണ് ചെയ്തത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 13:8 അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് പറയുന്നത്. He is the lamb who was slain before the creation of the world. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. that a lamb would be slain. Hallelujah. His own son. യേശു ക്രിസ്തു അതിനാണ് ക്രൂശിങ്കിൽ മരിക്കുന്നത്. ദൈവം നമ്മളുടെ ഓരോരുത്തരെയും വീണ്ടെടുപ്പിനായിട്ടൊരു പദ്ധതി ഈ ലോകത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലേ ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു. യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് ഇവിടെ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1:29 യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കാണുമ്പോൾ പറയുന്നത് എന്താണ്? ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ, എ പ്രോഫറ്റ് ഓഫ് ഗോഡ്, യേശുവിനെ കണ്ടേച്ച് പറയുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാണെന്ന് പറയുന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയാണ്. ആദമിൽ കൂടി നഷ്ടപ്പെട്ടു പോയ എല്ലാം നമുക്കായിട്ട് തിരികെ നൽകുവാനായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയാണ്. വചനം പറയുന്നു, ലേവ്യ പുസ്തകം 17:11 മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. ഇവിടെ ദൈവം തൻ്റെ ജനത്തോട് കൽപ്പിച്ചത് എന്താണ്? പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് രക്തം അർപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇവിടെ പറയുന്നു മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ആകുന്ന കുഞ്ഞാടിൻ്റെ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് ഇരിക്കുന്നത്? യേശുവിൻ്റെ രക്തത്തിൽ അല്ലേ? യേശുവിൻ്റെ രക്തത്തിൽ. The life of Jesus is in his blood.
So when you pray and bring yourself under the blood of Jesus Christ by faith, what comes into your life? The very life of Christ itself. Hallelujah. നമ്മൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടിയിൽ നമ്മളെയും നമുക്കുള്ളതിനെ എല്ലാത്തിനെയും കൊണ്ടുവരുമ്പോൾ നാം എന്താണ് പ്രാപിക്കുന്നത്? യേശുവിൻ്റെ ജീവനാണ് പ്രാപിക്കുന്നത്, അല്ലേ? ദ ലൈഫ് ഓഫ് എ ക്രീച്ചർ ഈസ് ഇൻ ദ ബ്ലഡ്. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം നൽകുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? യാഗപീഠത്തിന്മേൽ നമ്മുടെ പാപങ്ങൾക്കായി പ്രായശ്ചിത്തം കഴിപ്പാനായിട്ട് യേശുവിൻ്റെ രക്തം തന്നിരിക്കുന്നു. അതാണ് ദൈവം യേശു ക്രിസ്തുവിൽ കൂടി ഉദ്ദേശിച്ചത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പറയുന്നത് എന്താണ്? ലോകസ്ഥാപനം മുൻപേ നമുക്കായിട്ട് അറക്കപ്പെട്ട കുഞ്ഞാട്. ഹല്ലേലൂയ. എബ്രായർ 9:22 പറയുന്നു, ന്യായപ്രമാണം പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. വിത്തൗട്ട് ദ ഷെഡിങ് ഓഫ് ബ്ലഡ് ദർ ഈസ് നോ ഫൊർഗീവ്നെസ്. യേശു ഈ ലോകത്തിലേക്ക് വരികയാണ്. ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് വരുന്നു. ഒരു ശരീരത്തിൽ വരികയാണ്. ഗോഡ് ഇൻ ഫ്ലഷ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ പറയുന്നത് ഫിലിപ്പിയർ 2:5-8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്താണ് യേശു ചെയ്തത്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യനായി യേശു വരികയാണ് ഈ ലോകത്തിലേക്ക്. ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായിരുന്നു. ആദ്യത്തെ ആദമിനെ കാണുമ്പോൾ നാം കാണുന്നത് എന്താണ്? അനുസരണക്കേടാണ്. അവസാനത്തെ ആദം യേശുവിനെ കാണുമ്പോൾ നാം കാണുന്നത് എന്താണ്? മരണത്തോളം അനുസരണമുള്ളതായിരിക്കുന്നതാണ് കാണുന്നത്. ആദമിൻ്റെ പാപം ബ്രോട്ട് കേഴ്സ് ആൻഡ് സഫറിങ്. യേശുവിൻ്റെ ഒബീഡിയൻസ്, ദ ഡിസൊബീഡിയൻസ് ഓഫ് ആഡം ബ്രോട്ട് കേഴ്സ് ആൻഡ് സഫറിങ്. ദ ഒബീഡിയൻസ് ഓഫ് ജീസസ് ബ്രോട്ട് ലൈഫ്, ബ്ലെസ്സിങ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കണം, അനുസരണക്കേട്, അനുസരണം, ഇതെല്ലാം ദൈവമക്കളെ യഥാർത്ഥമായിട്ട് എന്തുവാണ് മരണവും പുനരുദ്ധാനവും എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. വാട്ട് ഈസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ? നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ പറയുന്നു, പക്ഷേ യഥാർത്ഥമായിട്ട് ആർ യു ലിവിങ് ദ റിസറക്റ്റഡ് ലൈഫ്? അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഇതിൽ കൂടി ധ്യാനിക്കുന്നത്. ഇവിടെ പറയുന്നു, യേശു ഈ ലോകത്തിൽ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു. അതായത് എബ്രായർ 2:10 പറയുന്നു, ഹീബ്രൂസ് 2:10, സകലത്തിനും ലാക്കും സകലത്തിനും കാരണദൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എന്തുവാണ് പറയുന്നത്? നമ്മുടെ രക്ഷകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. In bringing many sons to glory, the captain of our salvation was made perfect through suffering. ഞാനൊന്ന് ചോദിക്കട്ടെ, why do the innocent suffer? എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമല്ലേ? നിരപരാധികൾ എന്തിനാണ് വെറുതെ കഷ്ടം അനുഭവിക്കുന്നത്? കുടിച്ച് ആ ഒരു മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു ഭർത്താവ്, ഭവനത്തിൽ സങ്കടത്തിലും കരച്ചിലും പ്രയാസങ്ങളിലും പൈസയില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ജീവിക്കുന്ന മക്കൾ, ആ നിരപരാധികൾ എന്ത് തെറ്റ് ചെയ്തു? നമ്മൾ ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത ഒരു വ്യക്തി, അത് കാരണം ആ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം സഹിക്കുന്നു, വേദനകൾ, പ്രയാസങ്ങൾ, കരച്ചിൽ, കണ്ണുനീർ. വി ഓൾവേസ് ആസ്ക്, നമ്മൾ ചോദിക്കാറുണ്ട്, വൈ ഡു ദ ഇന്നസെന്റ് സഫർ? നിരപരാധികൾ എന്തിന് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു? യേശുവിനെ നോക്കുമ്പോൾ, നമ്മൾക്ക് യേശുവിനെ കാണുമ്പോൾ, യേശുവിൻ്റെ ജീവിതത്തെ കാണുമ്പോൾ നമ്മൾക്ക് പ്രത്യാശ ലഭിക്കുന്നു. യേശു ക്രിസ്തുവും ഹി വാസ് ഇന്നസെന്റ്, ബട്ട് ഹി വാസ് ലെഡ് ലൈക്ക് എ ഷീപ്പ് ടു ദ സ്ലോട്ടർ. ഒരു കുഞ്ഞാടിനെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് പോലെ
അവനെ കൊണ്ടുപോയി. എങ്ങും ഒരു വാക്കുപോലും സംസാരിച്ചില്ല. എന്നാൽ യേശുവിനെ ഒറ്റിക്കൊടുത്തവൻ, യേശുക്രിസ്തുവിനെ അവർ ബന്ദിയാക്കി കൊണ്ടുപോകുമ്പോൾ, യേശുക്രിസ്തുവിൻ കടന്നു പോകുന്ന കഷ്ടത കണ്ടപ്പോൾ അവൻ്റെ അവസാന വാക്ക് എന്തായിരുന്നെന്നറിയാമോ? ഐ ഹാവ് ഷെഡ് ഇന്നസെൻറ്റ് ബ്ലഡ്. അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ജീവൻ തന്നെ എടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞ് അവൻ മരിക്കുകയാണ്. യൂദ തന്നെ തൂങ്ങിച്ചാകുകയാണ്. The betrayer said, that was his final words, I have shed innocent blood. യേശു ഒരു തെറ്റും ചെയ്യാത്ത കളങ്കമില്ലാത്തവനായിരുന്നില്ല. Why did he suffer? അതുപോലെ യേശുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അവർ പറഞ്ഞു, പീലാത്തോസേ, ഞാൻ വിധിച്ചാട്ടെ. പീലാത്തോസ് പറയാൻ കഴിയുന്നില്ല. കാരണം ഭാര്യ വാക്കയച്ചു. അവനുമായിട്ട് അവനെ ഒന്നും ചെയ്യരുത്. കാരണം ഒരു സ്വപ്നത്തിൽ ഞാൻ കണ്ടു, അവൻ ഒരു പാപവും ചെയ്യാത്തവനാണ്. ഹി ഈസ് ഇന്നസെൻറ്റ്. പീലാത്തോസ് അവരോട് പറഞ്ഞു, ഞാൻ പീലാത്തോസ് കൈ കഴുകി, ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഷെഡിങ് ഓഫ് ദിസ് ഇന്നസെൻറ്റ് ബ്ലഡ്. ജീസസ് വാസ് ഇന്നസെൻറ്റ്. You might be innocent. You might be going through something that is no fault of yours. നിങ്ങൾ ചോദിക്കാം, എന്തിന് കർത്താവേ ഞാനിത് അനുഭവിക്കുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കർത്താവേ? But the life of Jesus shows us that there is resurrection after death. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു മരണത്തിൻ്റെ അവസ്ഥ കഴിയുമ്പോൾ തീർച്ചയായിട്ടും പുനരുദ്ധാനമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് കാണിച്ചു തരുന്നത്, for every innocent person there is resurrection after death. You might be going through a situation today where everything seems, Lord, why am I going through this? Why am I going through a death experience, Lord? എൻ്റെ ജീവിതത്തിൽ എല്ലാം ഒരു നശിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ കർത്താവേ. എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. എങ്ങോട്ട് ഞാൻ തിരിയണം? എവിടുന്ന് സഹായം വരും ദൈവമേ? ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കർത്താവേ? But the life of Jesus tells us, തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ എല്ലാം ജീവൻ പ്രാപിക്കും. അതിനൊരു ദിവസമുണ്ട്, അതിനൊരു സമയമുണ്ട്. ദൈവം അത് ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. For every innocent person, the life of Jesus tells us, after death is resurrection. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ പൈതലേ, പ്രത്യാശയുള്ളവനായിരിക്കുക. തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൽ കൂടി നിനക്കും ഒരു പുനരുദ്ധാനത്തിൻ്റെ ജീവനുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, എബ്രായർ 2:14-15 വാക്യങ്ങൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് പറയുന്നു. യേശു ക്രിസ്തു തൻ്റെ മരണത്തിൽ കൂടി നമ്മളെ എല്ലാവരെയും, പിശാചിനെ തോൽപ്പിച്ച് നമ്മളെ എല്ലാവരെയും മരണത്തിൽ നിന്ന് വിടുവിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. യേശു ആ ക്രൂശിലെ കാൽവറിയിലെ വൃക്ഷത്തിൽ മരിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരെയും ശാപവും എല്ലാ പാപവും തൻ്റെ മേൽ എടുക്കുകയാണ് ചെയ്തത്. ഗലാത്യർ 3:13 വാക്യം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. Cursed is everyone who hangs on a tree. For it is written, cursed is everyone that hangeth on a tree. Christ has redeemed us from the curse of the law, being made a curse for us. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ശാപങ്ങളും, നിങ്ങൾക്കിന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ശാപങ്ങളുണ്ടെന്ന്? ഇന്ന് ചില ദൈവമക്കളും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇതൊന്നും ശരിയാകാത്തത്? എന്തോ ശാപമാണ്. എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് എനിക്കും ഇങ്ങനെ ആയിരിക്കും. അല്ലെ എൻ്റെ കഴിഞ്ഞ തലമുറ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്കും ഇങ്ങനെയാണ്. അല്ല ദൈവവൈതല്ലേ, നീ യേശു ക്രിസ്തുവിലാണെങ്കിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞു പോയി, എല്ലാം പുതുതായിരിക്കുന്നു. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, യു ആർ എ ന്യൂ ക്രിയേഷൻ. ദ ഓൾഡ് തിങ്സ് ഹാവ് പാസ്ഡ് അവേ. നിന്റെ ജീവിതത്തിലെ എല്ലാം ശാപവും ആ കാൽവരി ക്രൂശിന്മേൽ, ആ വൃക്ഷത്തിന്മേൽ യേശു വഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ബിറ്റ്വീൻ ദ ട്രീ ഓഫ് ദ നോളേജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ ആൻഡ് ദ ട്രീ ഓഫ് ലൈഫ് ഈസ് ദ ട്രീ ഓഫ് കാൽവറി. ഹല്ലേലൂയ. Hallelujah. What Adam lost in the garden, God is restoring and giving to us through the tree of Calvary, to make us partakers of the tree of life. Hallelujah. Hallelujah. And understand God's redemption plan. This story ends only one way. ഈ കഥയ്ക്ക് ഒരവസാനമേ ഉള്ളൂ, അത് നല്ലൊരു അവസാനമാണ്. ഹല്ലേലൂയ. അത് വേറൊരു അവസാനമില്ല, ഇതിന് നല്ലൊരു അവസാനമേ ഉള്ളൂ.
യേശു ക്രിസ്തുവിൽ കൂടി. ഫിലിപ്പിയർ 1:6 എന്താന്ന് പറയുന്നത്? God who has started a good work in you will bring it to completion until the day of our Lord Jesus Christ. യേശു ക്രിസ്തുവിൽ കൂടി നിന്നിൽ തുടങ്ങിയിരിക്കുന്ന നല്ല പ്രവൃത്തി ദൈവം തന്നെ അതിൻ്റെ നല്ല അവസാനത്തോളം ക്രിസ്തുവിൽ കൂടി എത്തിച്ചുകൊള്ളും. There is only one ending to this story. Hallelujah. Hallelujah. നമ്മൾ ഓരോരുത്തരും ദൈവം അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. യെശയ്യാ 53:5 പറയുന്നു, എന്താണ്? എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21 എന്താണ് പറയുന്നത്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 1 പത്രോസ് 1:19 നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൽ കൂടി നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു ക്രൂശിന്മേൽ, ആ കാൽവറി വൃക്ഷത്തിന്മേൽ, ആ ക്രൂശിന്മേൽ മരിച്ച് തൻ്റെ രക്തം നമുക്കായിട്ട് ചിന്തി. എബ്രായർ 9:11-12 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സ്വന്തം രക്തത്താൽ, 12 സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് പറയുന്നത്. യേശു ക്രൂശിന്മേൽ തൻ്റെ രക്തം നമുക്കായിട്ട് ചിന്തി ദൈവസന്നിധിയിൽ പ്രവേശിച്ച് തൻ്റെ രക്തം എന്നേക്കുമായിട്ട് നമുക്ക് അർപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളെ അതിൽ കൂടി വീണ്ടെടുത്തു. ഹല്ലേലൂയ. എബ്രായർ 10:19-22 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, പുതുവഴി പറഞ്ഞാട്ടെ, പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. യേശു തൻ്റെ രക്തത്തിൽ കൂടി വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്കൊരു പുതുവഴി തുറന്നു തന്നിരിക്കുകയാണ്. There is a new way that has been opened into the presence of God. Where Adam was banished from God's presence because of sin, Jesus through his blood has opened a new way for us into God's presence. യേശുവിൻ്റെ രക്തത്തിൽ കൂടി ദൈവസന്നിധിയിലേക്ക് നമുക്കൊരു പുതുവഴി കർത്താവ് തുറന്നു തന്നിരിക്കുകയാണ്. എബ്രായർ 12:24 പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു, ഹല്ലേലൂയ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കിന്ന് എന്താണുള്ളത്? നമുക്കായിട്ട് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് യേശു ഉണ്ട്. ആബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി നമുക്കായിട്ട് പ്രസ്താവിക്കുന്ന, ഗുണകരമായ കാര്യങ്ങൾ നമുക്കായിട്ട് പ്രസ്താവിക്കുന്ന യേശുവിൻ്റെ രക്തവുമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായർ 1:3 പറയുന്നു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയോടെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു എവിടെ ഇരിക്കുന്നു? ഇപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. നമുക്കായിട്ട് പാപത്തിനുള്ള പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവ പൈതലേ, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് യേശു ക്രിസ്തുവിൽ കൂടി വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇനിയും അവസാനമായിട്ട് മൂന്നാമത്തെ വൃക്ഷം ഏത് വൃക്ഷമാണ്? ജീവവൃക്ഷം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഏത് തോട്ടത്തിൽ ആദ്യമേ തുടക്കത്തിലേ ഉണ്ടായിരുന്നു ജീവവൃക്ഷവും. പക്ഷേ മനുഷ്യൻ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് തിന്മയെപ്പറ്റിയുള്ള ആ ഒരു അറിവ് അവനിൽ വന്നതുകൊണ്ട് ദൈവം അവനെ ജീവവൃക്ഷത്തിൽ നിന്ന് അകറ്റി. കാരണം തിന്മ എന്നേക്കും നിലനിൽക്കാതിരിക്കുവാനായിട്ട് ദൈവം അവനെ ജീവവൃക്ഷത്തിൽ നിന്ന് അകറ്റുകയാണ്. എന്നാൽ ദൈവം തന്നെ നമുക്ക് അതിലേക്ക് വരുവാനായിട്ട് യേശു ക്രിസ്തുവിൽ കൂടി ഒരു വഴി ഒരുക്കുകയാണ്. എവിടെയാണ്? കാൽവറിയിലെ ആ വൃക്ഷത്തിൽ കൂടി, ആ ക്രൂശിന്മേൽ യേശു മരിക്കുന്നതിൽ കൂടി, അതിൽ കൂടി നമുക്കൊരു വഴി തുറക്കപ്പെടുകയാണിപ്പോൾ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിനും ആ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2:24 പറയുന്നു, യേശുവിനെ മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശുവിൻ മരിച്ചു, യേശുവിനെ അവരടക്കി. പക്ഷേ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. Death could not hold him. Hallelujah. What did Jesus say? I am the resurrection and the life. ഞാൻ തന്നെ ജീവനും
പുനരുദ്ധാനവുമാകുന്നു. ഹല്ലേലൂയ. യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. റോമർ 1:4 പറയുന്നു, മരിച്ചിട്ട് യേശു ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. Through the spirit of holiness, Jesus was declared with power to be the Son of God by his resurrection from the dead. പരിശുദ്ധാത്മാവ് യേശുവിൽ പ്രവേശിച്ച് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർ 2:4-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നമ്മളെയും യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇവിടെ പറയുന്നു 7-ാം വാക്യത്തിൽ 4 മുതൽ വായിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും, താഴോട്ട് വരുമ്പോൾ പറയുന്നു 7-ാം വാക്യത്തിൽ, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മളും യേശുവിനോട് കൂടെ ദൈവം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്, നമുക്ക് ജീവൻ നൽകിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവുണ്ട്. റോമർ 8:9 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നാണ്. യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവ് നമുക്ക് ജീവൻ നൽകിക്കൊണ്ടേയിരിക്കും. റോമർ 8:11 വാക്യം എന്താണെന്ന് പറയുന്നത്, ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഹിം ഹു റേസ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ് ലീവ്സ് ഇൻ യു, ദാറ്റ് സെയിം സ്പിരിറ്റ് വിൽ ഗീവ് ലൈഫ് ടു യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും ദൈവ പൈതലെ നിനക്ക് അസാധ്യമായെന്ന് തോന്നുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ദൈവത്തിൻ്റെ ജീവൻ നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി. ഇവിടെ 11-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളിൽ ദൈവത്തിൽ നിന്നുള്ള ജീവൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഇന്ന് നമ്മളിലുള്ള ജീവൻ ഏത് ജീവനാണ്? ഇറ്റ് ഈസ് എ റിസറക്ഷൻ ലൈഫ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവനാണ് നമ്മളിലുള്ളത്. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊലോസ്യർ 1:13-14 വാക്യങ്ങൾ പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 1 യോഹന്നാൻ 1:5-7 വരെയുള്ള വാക്യങ്ങൾ, 1 John 1:5-7, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം ആവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവമക്കൾ ഓരോ ദിവസവും യേശുവിനോട് കൂടെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് ഓരോ നിമിഷവും യേശുവിൻ്റെ രക്തം നമ്മളെ പാപങ്ങളിൽ നിന്ന് വെടിപ്പാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായിട്ടുള്ള വീണ്ടെടുപ്പിൻ്റെ ജീവിതം. ദാറ്റ് ഈസ് ദ റിസറക്റ്റഡ് ലൈഫ്. ഹല്ലേലൂയ. അതാണ്, ആ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ദിവസവും ദൈവം വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നമ്മളും വെളിച്ചത്തിലായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്തുവാണ്? അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ഉണ്ടാകരുത്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് കൂട്ടായ്മയിലായിരിക്കും. ഒന്ന്. രണ്ടാമതായിട്ട് യേശുവിൻ്റെ രക്തം, പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തം ഓരോ നിമിഷവും നമ്മളെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് will any harm come to him? No, because the blood of Jesus is speaking good things on your behalf. ഹല്ലേലൂയ. നിൻ്റെ ജോലിയിൽ, നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ആരോഗ്യത്തിൽ, നീ ആയിരിക്കുന്ന ദേശത്തിൽ, എല്ലായിടത്തും യേശുവിൻ്റെ രക്തം നിൻ്റെ മേലൊരു അടയാളമായിരിക്കും. നിനക്കൊരാപത്തും സംഭവിക്കുകയില്ല, നിനക്കൊരു നഷ്ടവും സംഭവിക്കുകയില്ല, നിനക്കൊരു കുറവും ഉണ്ടായിരിക്കുകയില്ല. നിനക്കായിട്ട് ദൈവം എപ്പോഴും മതിയായവനായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നീ എപ്പോഴും ദൈവത്തിനോട് കൂടെയാണ്. ഹല്ലേലൂയ.
എന്താണ് അവിടെ പറയുന്നത്? ഇഫ് യു വാക്ക് ഇൻ ദ ലൈറ്റ് ആസ് ഹി ഈസ് ഇൻ ദ ലൈറ്റ്, യു ഹാവ് ഫെലോഷിപ്പ് വിത്ത് വൺ അനദർ. നമ്മൾ കർത്താവിനോട് കൂടി ഒന്നാണ്. ആൻഡ് ദ ബ്ലഡ് ഓഫ് ജീസസ് ഹിസ് സൺ ക്ലെൻസസ് us ഫ്രം ഓൾ സിൻ. എപ്പോഴും നമ്മളെ വെടിപ്പാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥമായിട്ട് ഈ ലോകത്തിൽ ഒരു ഓവർകമ്മറായിട്ട് ജീവിക്കുന്നത്, ജയാളിയായിട്ട് ജീവിക്കുന്നത്. ഹല്ലേലൂയ. റെവലേഷൻസ് 12:11. നമ്മൾ ഈ വർഷത്തെ നമ്മുടെ വചനം എന്തുവാണ്? പ്രൊഫറ്റിക് വേർഡ് ഫോർ ദിസ് ഇയർ. For everyone born of God overcomes the world. And this is the victory that has overcome the world, even our faith. യോഹന്നാൻ 5:4 അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. നമ്മൾ ഈ ലോകത്തിൽ വിശ്വാസത്തോടെ വെളിച്ചത്തിൽ ജീവിച്ച് യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ജീവിക്കുമ്പോൾ, അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ജയാളികളാകുന്നത്. വെളിപ്പാട് പുസ്തകം 12:11 പറയുന്നത്, ദൈവമക്കളെപ്പറ്റി എന്താണ് പറയുന്നത്? അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം, അതായത് ശത്രുവിനെ, സാത്താനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. എങ്ങനെയാണ് നമ്മൾ ജയാളികളായിട്ട് ജീവിക്കുന്നത്? കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ് ജയാളികളായിട്ട് ജീവിക്കുന്നത്. ഹൗ ഡു യു ലീവ് ആസ് ഓവർകമേഴ്സ്? Through the blood of the Lamb and the word of our testimony. Hallelujah. You will have to overcome. ഈ ലോകത്തിലെ പാപങ്ങൾ, ജഡികമായിട്ടുള്ള പ്രലോഭനങ്ങൾ, ഇതൊക്കെയും നമ്മൾ ജയിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ്? അങ്ങനെയുള്ളവർക്കായിട്ടാണ് ജീവവൃക്ഷം ദൈവം ഒരുക്കിയിരിക്കുന്നത്. Hallelujah. The tree of life is prepared for those who live as overcomers. വെളിപ്പാട് പുസ്തകം 22:1-5 വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22:14 ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. Those who have their robes washed with the blood of Jesus Christ and wearing the robes of righteousness. Blessed are those who wash their robes, that they may have the right to the tree of life and may go through the gates into the city. അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകം 2:7 ജയിക്കുന്നവന് ഞാൻ ജീവന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഹല്ലേലൂയ. ആർക്കാണ് ദൈവം ആ ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കുന്നത്? ജയിക്കുന്നവന്. പറഞ്ഞാട്ടെ, ജയിക്കുന്നവന്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ ജീവിക്കുവാനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. നമ്മൾ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തെ നോക്കുമ്പോൾ നാം കാണുന്നത് മനുഷ്യന്റെ അനുസരണക്കേടും അതിൽ കൂടി വന്ന മരണവുമാണ് നാം കാണുന്നത് അതിൻ്റെ ഫലമായിട്ട്. അപ്പോഴും അവിടെ ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യന്റെ പാപം നിമിത്തം ദൈവമാമനെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അകറ്റി. കാരണം പാപം എന്നേക്കും ജീവിക്കരുത്. ദൈവം മനുഷ്യനെ അവിടുന്ന് പുറത്താക്കുമ്പോഴും ആ ജീവവൃക്ഷം അവനിൽ നിന്ന് അകറ്റുമ്പോഴും ദൈവത്തിന് അവന്റെ വീണ്ടെടുപ്പിനായിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ദൈവവചനം പറയുന്നത്. ദൈവ പൈതലേ, ഈ ലോകത്തിന്റെ സ്ഥാപനം മുതലേ നമുക്കായിട്ട് അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്, അതാണ് യേശു ക്രിസ്തു. എന്തിനാണ് ആ കാൽവറിയിൽ ഒരു വൃക്ഷം ഉയരുന്നത്? Why did a tree rise up in the hills of Calvary? It was for your redemption and mine, that none of us should be lost.
that through the death of Jesus, every sin and every effect of sin should be put to death once and for all. And through his resurrection, everyone should receive life and life in abundance. Hallelujah. When you look to the cross, remember what Jesus has done for you. He died the death that you should have died, that I should have died. And he gave us the life that he alone gives. Hallelujah. യേശു ക്രിസ്തു നമുക്കായിട്ട് ആ ക്രൂശിൽ നിന്ന് നൽകുന്ന ജീവൻ എന്നേക്കും ഈ ലോകത്തിൽ ജീവിക്കുവാനും നിത്യതയിൽ ദൈവമുഖം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നും ദൈവത്തോടു കൂടി ആയിരിക്കുവാനുമായിട്ടാണ് നാം ഇന്ന് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്ന ഈ ദിവസം അതിൽ ധ്യാനിക്കുമ്പോൾ നമ്മളെപ്പോഴും ദൈവം മുൻപാകെ താഴ്മയോടെ സമർപ്പണത്തോടെ ആയിരിക്കാം. ദൈവമേ, യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് അവിടുന്ന് തന്നിരിക്കുന്ന ഈ പുതുജീവനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൽ കൂടി കർത്താവേ, അങ്ങ് എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ജീവനായിട്ട് നന്ദി. ഞാൻ ഈ ലോകത്തിൽ ജയാളിയായിട്ട് ജീവിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. ഞാൻ ഓരോ ദിവസവും കർത്താവേ, അങ്ങ് വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ ഞാനും വെളിച്ചത്തിലായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങ് യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് നൽകിയിരിക്കുന്ന ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ജീവിതം ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് എന്നെ തന്നെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. Let the resurrection of Jesus become real to you. യേശുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. ദൈവ പൈതലേ, don't sit in that situation, don't sit in that condition. നിന്റെ ജീവിതത്തിൽ ചുറ്റും പല കാര്യങ്ങൾ, ഇതെല്ലാം ജീവൻ അറ്റുപോയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ യേശു നിന്നോട് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ നിന്റെ ജീവിതത്തിൽ വീണ്ടും നന്മ കൊണ്ടുവരും. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ജീവൻ മറ്റുപോയ അതേ സ്ഥലങ്ങളിൽ വീണ്ടും എന്റെ ജീവൻ നീ പ്രാപിക്കും. എന്നോട് കൂടെ നീ ഉയരും. നീ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരിക്കാം, ദൈവമേ, ഞാൻ എന്തിന് ഇതിൽ കൂടെ കടന്നു പോകുന്നു? What did I do wrong, Lord? But the one who never did anything wrong, but was put to death on the cross, he was silent, the Bible says. അവനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ അനുഭവിച്ച എല്ലാ കഷ്ടാനുഭവങ്ങളിലും അവനൊരു വാക്ക് പോലും പറഞ്ഞില്ല. കാരണം അവനൊരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജീവൻ അർപ്പിച്ചിരിക്കുന്നത് പിതാവിന്റെ കരങ്ങളിലാണ്. എന്നെ മരണത്തിൽ കൂടെ കടന്നു പോകുവാൻ അവൻ അനുവദിക്കുന്നുവെങ്കിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും അവൻ കഴിവുള്ളവനാണ്. Hallelujah, hallelujah. If God is allowing this in my life, he is able to raise me up again. Hallelujah. ഓരോ ദൈവമക്കളും കർത്താവിൽ വിശ്വാസമുള്ളവരാകട്ടെ, പ്രത്യാശയുള്ളവരാകട്ടെ. If God is allowing this in my life, he is able to raise me up again. Hallelujah. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. എൻ്റെ രക്ഷകൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. Hallelujah. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥനയാകട്ടെ. Because he lives, I shall live as well. ഞാനും ജീവിക്കും. Because he lives, I can face tomorrow. Hallelujah. നമുക്കത് ദൈവസന്നിധിയിൽ പാടാം. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാകട്ടെ. Thank you, Lord. Because he lives, I shall face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because he lives. Because he lives.
സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അനുസരണക്കേട് മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോയതിനെ കർത്താവേ, യേശു ക്രിസ്തുവിൽ കൂടി അങ്ങ് ഞങ്ങൾക്ക് തിരികെ നൽകിയിരിക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു ക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ കർത്താവെ ലഭിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ് that we have received the resurrected life through Jesus Christ. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ, അങ്ങ് ആ ജീവവൃക്ഷത്തിന്റെ ഫലം ഞങ്ങൾ അതിൽ നിന്ന് പങ്കാളികളാകുവാനായിട്ട് യേശു ക്രിസ്തുവിനെ ആ കാൽവരി ക്രൂശിന്മേൽ അർപ്പിച്ചു. യേശു ഞങ്ങൾക്കായിട്ട് മരിച്ചു കർത്താവേ. യേശു ഉയർത്തെഴുന്നേറ്റു, തന്നോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവേ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. Every one of us here, Lord, thank you that we have received the resurrected life of Jesus. യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കൂടി കർത്താവേ, പരിശുദ്ധാത്മാവിൽ കൂടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കർത്താവേ ഇന്ന് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുമൂലം ഞങ്ങളുടെ ജീവിതത്തിലുള്ളതെല്ലാം കർത്താവേ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലേക്ക് വരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുടുംബജീവിതം ജീവിക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റഡീസ് ജീവിക്കും ദൈവമേ, ഞങ്ങളുടെ ജോലി വീണ്ടും ജീവിക്കും, ഞങ്ങളുടെ ബിസിനസ് ജീവിക്കും, ഞങ്ങളുടെ സ്വഭാവം ജീവിക്കും, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കർത്താവേ അങ്ങയുടെ ജീവൻ ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആ ഒരു പ്രത്യാശ ഞങ്ങൾ ഇന്ന് അങ്ങ് നൽകുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ ജയാളികളായിട്ട് ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിതം തീർക്കുക മാത്രമല്ല ദൈവമേ, അങ്ങനെ ഒരു ജീവിതം അല്ലല്ലോ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത്. അതിന് പകരം ഓരോ ദിവസവും പാപത്തെ ജയിച്ച് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ ജയിച്ച് കർത്താവേ ദൈവത്തോടു കൂടെ വെളിച്ചത്തിൽ നടന്ന് യേശുവിന്റെ രക്തത്താൽ ശോധന ചെയ്യുന്നവരായിട്ട് ഓരോ ദിവസവും യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവരായിട്ട് ഓരോ ദിവസവും ജീവിച്ചു കർത്താവേ ഈ ലോകത്തിൽ ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുവാൻ എന്നും ദൈവമുഖം കണ്ട് നിത്യജീവൻ പ്രാപിച്ച് ജീവിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. ഇന്ന് മുതൽ കർത്താവേ അങ്ങ് ഉദ്ദേശിക്കുന്ന ആ പുതുജീവൻ ദൈവമേ, ആ നല്ല ജീവൻ കർത്താവേ, ആ ഉയർന്ന ജീവൻ കർത്താവേ, അനുസരണമുള്ള ജീവൻ കർത്താവേ, ആ സമർപ്പണമുള്ള ജീവൻ കർത്താവേ, ആ യാഗമായി അർപ്പിക്കുന്ന ജീവൻ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Let us live that life, Father, which you have truly called us to live, so that one day when we stand before you, we will be able to partake, Lord, of the tree of life and live with you forever in eternity. Hallelujah, hallelujah. അതിനായിട്ട് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം.